നമസ്കാരം. എൻ്റെ പേര് വിനീത. ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ലബോറട്ടറി, മ്യൂസിയം ആൻഡ് ലൈബ്രറി. സോഷ്യൽ സയൻസ് ലബോറട്ടറി, മ്യൂസിയം ആൻഡ് ലൈബ്രറി. എന്താണ് സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്നുള്ളത് നമുക്ക് നോക്കാം. Social science laboratory is a space where students can learn about social science through experiments and presentation. അതായത് സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഏറ്റവും നന്നായി ആ സോഷ്യൽ സയൻസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അവിടെ തന്നെ എക്സ്പെരിമെന്റ് നടത്തി അതെങ്ങനെയാണോ നമുക്ക് കുട്ടിക്ക് ഉതകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നത് അതിനെയാണ് നമ്മൾ സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്ന് പറയുന്നത്. It should serve the purpose of a classroom, a library, a workshop, a students club, a stock room, all combined into one. എല്ലാം കൂടി ചേർന്ന്, അതായത് ഒരു വർക്ക്ഷോപ്പ് ആയിട്ടും ഒരു കുട്ടികളുടെ ക്ലബ്ബ് പോലെയും അതുപോലെ ഒരു സ്റ്റോക്ക് റൂം പോലെയും ലൈബ്രറി പോലെയും എല്ലാം പ്രവർത്തിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ സോഷ്യൽ സയൻസ് ലബോറട്ടറിയെ കണക്കാക്കുന്നത്. The social science laboratory should be planned and organized. എപ്പോഴും ഒരു സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിരിക്കണം, അതുപോലെ തന്നെ അത് ഓർഗനൈസ് ആയിരിക്കണം. It is necessary to have a separate room for social science. This special room is known as the social science laboratory. Every school, ഓരോ സ്കൂളിലും അല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും സോഷ്യൽ സയൻസ് ലബോറട്ടറി എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ റൂം തന്നെ നമുക്ക് ആവശ്യമുണ്ട്. Social science teacher has to make use of various teaching aids while transacting the curriculum. It may be a globe, model, picture, chart, maps, projector, etc. അല്ലെ, നമുക്കൊരു സോഷ്യൽ സയൻസ് ടീച്ചർക്ക് ഏറ്റവും കൂടുതൽ ലേണിംഗ് എയ്ഡുകൾ കൊണ്ടാണ് നമുക്കൊരു ക്ലാസ് റൂമിനെ എഫക്റ്റീവ് ആക്കാൻ സാധിക്കുക. എത്രത്തോളമാണോ നമ്മൾ ടീച്ചിങ് എയ്ഡുകൾ ഉപയോഗിക്കുന്നത്, the more class will be effective. So we want to use globe, model, picture, chart, maps and projector, etc. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ലേണിംഗ് എയ്ഡുകളെ ഒക്കെ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ലേണിംഗ് എയ്ഡുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലേണിംഗ് എയ്ഡ് ഉണ്ട്, ഇങ്ങനെയുള്ള ഒരു അറിവെല്ലാം കിട്ടുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എയ്ഡുകളെല്ലാം തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു സോഷ്യൽ സയൻസ് ലബോറട്ടറി യൂസ് ചെയ്തുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് നോക്കാം. നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്. വാട്ട് ആർ ദ നീഡ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ സോഷ്യൽ സയൻസ് ലബോറട്ടറി? Okay, creating and maintaining an effective teaching learning environment. First of all, നമുക്കറിയാം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കുവാൻ നമ്മളെ ഏറ്റവും നന്നായി സഹായിക്കുന്നത് ഒരു സോഷ്യൽ സയൻസ് ലബോറട്ടറി ആണ്, അല്ലെ? ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ആൻ എഫക്റ്റീവ് ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ്. ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും നന്നായി വേണ്ടത് ഒരു ടീച്ചിങ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആയിട്ടും ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് സോഷ്യൽ സയൻസ് ലബോറട്ടറി അത്യാവശ്യമാണ്. Then introducing a variety in teaching methods and facility aids readily and conveniently. ഏറ്റവും എളുപ്പത്തിൽ Okay, second point is introducing variety in teaching methods and facility aids readily and conveniently. അതായത് പുതിയ തരത്തിലുള്ള ലേണിംഗ് എയ്ഡുകളെ നമുക്ക് കൊണ്ടുവരാനും അതിനെ ഈസിലി അവൈലബിൾ ആക്കിയിട്ടും നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ എങ്ങനെ അത് ക്ലാസ് റൂം ഒരു ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷനിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതും നമുക്ക് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ അതിനുള്ള ആവശ്യകത നമുക്ക് സോഷ്യൽ സയൻസ് ലബോറട്ടറി കൊണ്ടുണ്ട്. സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് സോഷ്യൽ സയൻസ് കോൺസെപ്റ്റ് ആൻഡ് തിയറീസ്. കുട്ടികൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടാവും, പല തിയറികൾ ഉണ്ടാവും. സോഷ്യൽ സയൻസിലെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തിയറീസിനെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അത് കൂടുതൽ കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാനും നമ്മളെ സോഷ്യൽ സയൻസ് ലബോറട്ടറി സഹായിക്കുന്നുണ്ട്. സ്റ്റുഡൻസ് ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ്, അനലൈസിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ്. കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാവേണ്ട ഒന്നാണ് ക്രിട്ടിക്കൽ തിങ്കിങ് പോലെയുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കുട്ടികളിൽ ഉണ്ടാവുന്നതിനും നമ്മളെ സഹായിക്കുന്നത് ഈ ഒരു സോഷ്യൽ സയൻസ് ലബോറട്ടറിയാണ്. നെക്സ്റ്റ്, എന്തൊക്കെയാണ് അതിന്റെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു സോഷ്യൽ സയൻസ് ലബോറട്ടറി ഉണ്ടാവേണ്ടതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ക്രിയേറ്റ്സ് എ സ്പെഷ്യൽ എൻവയോൺമെന്റ്. എപ്പോഴും നമുക്കറിയാം ഒരു ക്ലാസ് റൂമിന്റെ ഒരു സിറ്റുവേഷനെ ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിംഗ് സിറ്റുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ സയൻസ് ലബോറട്ടറി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്രിയേറ്റ്സ് എ സ്പെഷ്യൽ എൻവയോൺമെന്റ് ഇൻ ദ ക്ലാസ് റൂം. ദെൻ എൻഷുർ പ്രോപ്പർ ആൻഡ് സേഫ് സ്റ്റോറിംഗ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ടീച്ചിങ് ലേണിംഗ് എയ്ഡുകൾ നമുക്ക് ഉപയോഗിക്കാനുണ്ട്, അല്ലെ? അപ്പൊ അതുപോലെയുള്ള സേഫ് ഓഡിയോ വിഷ്വൽ എയ്ഡുകളെ വളരെ സേഫ് ആയിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ സയൻസ് ക്ലാസ് റൂം ഉപയോഗിക്കുന്നുണ്ട്. Then it makes all sites readily available at one place. നമുക്ക് എല്ലാം അവൈലബിൾ, ഏതൊക്കെ എയ്ഡുകളാണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. Then it saves times and energy. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ഒറ്റ സ്ഥലത്ത് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സമയത്തെയും നമ്മുടെ എനർജിയും അത് സേവ് ചെയ്യുന്നുണ്ട്. Then it creates and maintains an effective atmosphere.
ഇങ്ങനെ വളരെ ഓതന്റിക് ആയിട്ട് വളരെ നമുക്ക് സൂക്ഷിച്ച് ഒരു സ്പെഷ്യൽ എൻവയോൺമെന്റ് നമുക്ക് സൃഷ്ടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കാനും സാധിക്കുന്നുണ്ട്. Then it facilitate the use of various teaching methods. നമുക്ക് പുതിയ പുതിയ സ്ട്രാറ്റജീസും മെത്തേഡുകളും ഈ ഒരു ലബോറട്ടറിയിലൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നമുക്ക് പുതിയ പുതിയ ലേണിംഗ് എയ്ഡുകളിലൂടെ ഒരു ക്ലാസ് റൂം സിറ്റുവേഷനിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ സോഷ്യൽ സയൻസ് ലബോറട്ടറി. നെക്സ്റ്റ് നമുക്ക് നോക്കാം സോഷ്യൽ സയൻസ് മ്യൂസിയം. Social Science Museum is a type of museum that focuses on showcasing artifacts and exhibits related to human society, culture, history and social interactions. Social Science Museum എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റിലെ സോഷ്യൽ സയൻസ് എന്നുള്ള സബ്ജക്റ്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സയൻസ് മ്യൂസിയം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം വളരെ പുരാതനമായിട്ടുള്ള പല പല കാര്യങ്ങളെ കുറിച്ചിട്ട് എക്സിബിറ്റ് ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി ഹ്യൂമൻ സൊസൈറ്റി എന്താണ് എന്നതിനെ കുറിച്ചിട്ടുള്ള നമുക്കൊരു അറിവ് കിട്ടുന്നതും എല്ലാം അതിന്റെ കൾച്ചർ എന്തായിരുന്നു, ഹിസ്റ്ററി എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവരുടെ സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഇതൊക്കെ നമുക്ക് അറിവ് കിട്ടുന്നത് ഇതുപോലെയുള്ള മ്യൂസിയങ്ങളിലൂടെയാണ്. സോ സോഷ്യൽ സയൻസ് മ്യൂസിയം is a type of museum that focuses on showcasing artifacts and exhibits related to human society, culture, history and social interactions. Next, Social Studies Museum plays an important role in imparting instruction in social studies. ഒരു ക്ലാസ് റൂമിൽ ഒരു സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് മ്യൂസിയത്തിന് വളരെ വലിയ പങ്കുണ്ടെന്നാണ്. That organization of Social Science Museum can be taken up as a co-curricular activity. നമുക്ക് ക്ലാസ്സിലെ ഏറ്റവും നന്നായി ഒരു ക്ലാസ്സിനെ കോകരിക്കുലർ ആക്ടിവിറ്റികളായിട്ട് നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഓഫ് ദ സോഷ്യൽ സയൻസ് മ്യൂസിയം എന്നുള്ളത് നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതായത് സോഷ്യൽ സയൻസ് മ്യൂസിയത്തിനെ ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു കോകരിക്കുലർ ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. Then Secondary Education Commission, that is in 50 to 53, emphasized the use of museums in the teaching of social studies. ഒരു സോഷ്യൽ സയൻസ് അധ്യാപനത്തിലെ ഏറ്റവും നന്നായി മ്യൂസിയത്തിനെ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളത് നമ്മുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1952 വന്നതില് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത്, what are the types of museum? First one is public museum. പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ കണ്ടെയ്നിങ് ഡിഫറെന്റ് മെറ്റീരിയൽസ് ഓർ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഓഫ് സൊസൈറ്റി. നമ്മൾ ഇന്ന് കാണുന്ന സൊസൈറ്റിയിലേക്ക് എത്തുന്നതിനുണ്ടായ ആ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറെന്റ് മെറ്റീരിയലുകളാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉൾക്കൊള്ളുന്നത് എന്നൊക്കെ കാണിക്കുന്ന ഒന്നാണ് പബ്ലിക് മ്യൂസിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മൊബൈൽ മ്യൂസിയം, മൂവിംഗ് ഇൻ എ ബിഗ് ട്രക്ക് ഓർ വാൻ ടു ടേക്ക് ഇറ്റ് ഇൻ ടു ഡിഫറെന്റ് പ്ലേസസ്. പല സ്ഥലങ്ങളിലേക്ക് പോയി ഒരു മൂവിംഗ് വാനില് അല്ലെങ്കിൽ ഒരു ട്രക്കില് പലതരത്തിലുള്ള ഒതന്റിക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ സ്റ്റേജസ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റൽ സ്റ്റേജസിനെ കാണിച്ച് പല സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് മൊബൈൽ മ്യൂസിയം എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് ലോക്കൽ മ്യൂസിയം അറ്റ് സ്റ്റേറ്റ് ഓർ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കണ്ടെയ്നിങ് ആർട്ടിക്കിൾസ് എക്സ്കവേറ്റഡ് ഫ്രം ദി ഏരിയ. അതായത് എവിടെയാണോ ഒരു എക്സ്കവേഷൻ നടന്നിരിക്കുന്നത് അവിടെ തന്നെ ഒരു പ്രത്യേകമായിട്ട് ആ ഒരു സ്ഥലത്തിൽ ആ ഒരു സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ആവാം ഹെഡ്ക്വാർട്ടേഴ്സ് ആവാം അവിടുത്തെ ആ ഒരു മാനുസ്ക്രിപ്റ്റുകൾ എല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഒരു ലോക്കൽ മ്യൂസിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സ്കൂൾ മ്യൂസിയം. ഇറ്റ് കണ്ടെയ്ൻസ് ആർട്ടിക്കിൾസ് പ്രിപ്പയർഡ് ബൈ സ്റ്റുഡൻസ്. കുട്ടികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്കൂളിൽ തന്നെ നമുക്കൊരു മ്യൂസിയം ക്രിയേറ്റ് ചെയ്യാം. അവിടുത്തെ നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന അവരുടെ ആർട്ടിഫാക്റ്റുകളും അവരുടെ ആർട്ടിക്കിളുകളും എല്ലാം കൂടി ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒന്നാണ് സ്കൂൾ മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പൊ ടൈപ്സ് ഓഫ് മ്യൂസിയത്തിൽ നമ്മൾ 4 എണ്ണം പറയുന്നുണ്ട്: പബ്ലിക് മ്യൂസിയം, മൊബൈൽ മ്യൂസിയം, ലോക്കൽ മ്യൂസിയം ആൻഡ് സ്കൂൾ മ്യൂസിയം. Next, what are the importance of museum? Museum throw light on political, social, cultural and artistic developments of different periods in different countries. നമുക്കറിയാം ഇന്ന് കാണുന്ന നമ്മുടെ ഈ ഒരു ടുഡേയിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തിപ്പെട്ടത് എന്നുള്ള നമ്മുടെ ഒരു ഹിസ്റ്ററി നമുക്കറിയണമെങ്കിൽ നമ്മൾ മ്യൂസിയങ്ങളിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് വളരെ നന്നായി അതിലേക്കൊരു വെളിച്ചം വീശുന്നതായിരിക്കും മ്യൂസിയങ്ങൾ. അതായത് ഇന്ന് കാണുന്ന പൊളിറ്റിക്കൽ, സോഷ്യൽ, അതുപോലെ കൾച്ചറൽ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, അതിൽ വന്നിരിക്കുന്ന ഡെവലപ്മെന്റുകൾ എന്തൊക്കെയാണ്, ഓരോ കാലഘട്ടങ്ങളിലും എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്, ഇതൊക്കെ നമ്മളിലേക്ക് ഒരു വെളിച്ചം വീശുന്നതാണ് മ്യൂസിയം എന്ന് പറയുന്നത്. The teacher can take the students to the museum to observe relevant material if available before or after teaching a particular lesson. ഒരു ലെസൺ നമുക്കൊരു ക്ലാസ്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പോ ശേഷമോ നമുക്ക് കുട്ടിയെ കൊണ്ട് ഒരു പെർട്ടിക്കുലർ ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിലേക്ക് നമുക്ക് കുട്ടിയെ വിസിറ്റ് നടത്തുകയോ അതുമായി ബന്ധപ്പെട്ട ആ ലെസൺ എടുത്തതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ നമുക്ക് കുട്ടിയെ ആ ഒരു വിസിറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് നമുക്ക്
മ്യൂസിയത്തിലേക്ക് പോകാവുന്നതാണ്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻകൾക്കേറ്റ് വാല്യൂസ് സച്ച് ആസ് നാഷണൽ ഇന്റഗ്രേഷൻ ആൻഡ് ഇന്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ്. അതുപോലെ തന്നെ കുട്ടിയിൽ നാഷണൽ അണ്ടർസ്റ്റാൻഡിങ്ങും അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ പോലെയുള്ള വാല്യൂസ് ഊട്ടി ഉറപ്പിക്കാൻ നമുക്ക് ഈ മ്യൂസിയം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേക്സ് ദ ടീച്ചിങ് ഓഫ് സോഷ്യൽ സയൻസ് ലൈവ്ലി ആൻഡ് പ്രൊവൈഡ്സ് ഡയറക്റ്റ് എക്സ്പീരിയൻസ്. നമുക്കറിയാം സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്ട് നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു അറിവ് കിട്ടുന്നുണ്ട്. ലൈവ്ലി ആൻഡ് പ്രൊവൈഡ്സ് ഡിഫറെന്റ് എക്സ്പീരിയൻസ്, പല തരത്തിലുള്ള എക്സ്പീരിയൻസ് ഡയറക്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ലൈവ് ആയിട്ടും നമുക്ക് കിട്ടുന്നത് മ്യൂസിയത്തിലൂടെയാണ്. ഇറ്റ് ഇൻക്രീസസ് ദ പവർ ഓഫ് തിങ്കിങ് ആൻഡ് ഫോസ്റ്റേഴ്സ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്. കുട്ടിയുടെ ഒരു ഇമാജിനേറ്റീവ് പവർ കൂട്ടുന്നതിനും അതുപോലെ തന്നെ അവരുടെ തിങ്കിങ് പവർ കൂട്ടുന്നതിനും നമുക്ക് ഈ ഒരു മ്യൂസിയങ്ങൾ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ സയൻസ് ലൈബ്രറിയാണ്. സോഷ്യൽ സയൻസ് ലൈബ്രറി ഈസ് എ ലൈബ്രറി ദാറ്റ് സപ്പോർട്ട്സ് റിസർച്ച് ആൻഡ് പ്രാക്ടീസ് ഇൻ സോഷ്യൽ സയൻസ്. നമുക്കറിയാം സാധാരണയായിട്ട് ഒരു ലൈബ്രറി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് കാര്യത്തിനാണെങ്കിലും ആ ഒരു വിഷയത്തിലെ ഒരു അധിക വായന എന്നുള്ളതിലാണ്. ഇപ്പൊ സോഷ്യൽ സയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യൽ സയൻസിൽ ഉണ്ടായിരിക്കുന്ന റിസർച്ചിനും അതിന്റെ അപ്ലിഫ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സോഷ്യൽ സയൻസ് ലബോറട്ടറി ഉപയോഗിക്കുന്നത്. സോഷ്യൽ സ്റ്റഡീസ് ആസ് ആൻ ഏരിയ ഓഫ് സ്കൂൾ കരിക്കുലം ഡിമാൻഡ് എ lot of reading on the part of both teachers and the pupils. നമുക്കറിയാം സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഡിമാൻഡ്സ് എ വാസ്റ്റ് റീഡിംഗ്, ഒരു വലിയൊരു വായന തന്നെ, അല്ലെങ്കിൽ അധിക വായന നമുക്ക് എപ്പോഴും ആവശ്യമായിട്ടുള്ള ഒന്നാണ് സോഷ്യൽ സയൻസ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വലിയൊരു കരിക്കുലം ആയതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ സയൻസ് ലൈബ്രറി വളരെ വളരെ അത്യാവശ്യമാണ്. ദർ ഈസ് ദ അറ്റ്മോസ്റ്റ് നെസസിറ്റി ഫോർ ദ പ്രൊവിഷൻ ഓഫ് ബുക്ക് ആസ് വെൽ ആസ് നോൺ ബുക്ക് റിസോഴ്സസ് ഫോർ ദ പ്രോപ്പർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓഫ് സോഷ്യൽ സ്റ്റഡീസ്. നമുക്ക് ബുക്ക് for the utmost necessity for the provision of book as well as non-book resources for the proper teaching and learning of social studies. നമുക്ക് സോഷ്യൽ സയൻസിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് അതിന്റെ ഇമ്പോർട്ടൻസിന് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ഏറ്റവും നന്നായി കുട്ടികളിലേക്ക് എത്തിക്കുന്നതിന് നമുക്ക് ലൈബ്രറി വളരെ വലിയ അത്യാവശ്യമാണ്. അടുത്തത് വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ സയൻസ് ലൈബ്രറി എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട്. നമുക്കറിയാം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഒരു കുട്ടികളിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള സോഷ്യൽ സയൻസ് എന്നുള്ള ഒരു സബ്ജക്റ്റിനോട് ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ആഗ്രഹം വേണം. ആ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സോഷ്യൽ സയൻസ് ലബോറട്ടറി ഉപയോഗിക്കാം. ടു ഡെവലപ്പ് ഇൻ ദ സ്റ്റുഡന്റ് എ ക്രിട്ടിക്കൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് എ കപ്പാസിറ്റി ഫോർ ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. ഒരു കാര്യത്തെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിലൊരു ജഡ്ജ്മെന്റ് നടത്താനും കുട്ടിക്ക് പ്രാപ്തനാക്കുന്ന ഒന്നും കൂടിയാണ് ഒരു ലൈബ്രറി എന്ന് പറയുന്നത്, എസ്പെഷ്യലി സോഷ്യൽ സയൻസ് ലൈബ്രറി എന്ന് പറയുന്നത്. ടു കൾട്ടിവേറ്റ് ഇൻ ദ സ്റ്റുഡന്റ് എ ടേസ്റ്റ് ഓഫ് എക്സ്ട്രാ റീഡിംഗ്. ഒരു അധിക വായന, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളിൽ ഒരു അധിക വായന ഉണ്ടാക്കിയെടുക്കുന്നതിനും നമുക്കിത് സഹായിക്കുന്നുണ്ട്. ടു എനാബിൾ ദ പീപ്പിൾസ് എൻഗേജ് ഇൻ സെൽഫ് സ്റ്റഡി. കുട്ടീനെ സെൽഫ് സ്റ്റഡിക്ക്, അതായത് ഞാൻ സ്വന്തമായി പഠിച്ച് അതിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുന്നതും ഈ ഒരു ലൈബ്രറികൾ തന്നെയാണ്. ടു എനാബിൾ ദ പീപ്പിൾസ് ടു പ്രിപ്പയർ പ്രോജക്ട് അസൈൻമെന്റ് എക്സെട്ര. ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന അസൈൻമെന്റുകളിലും പ്രൊജക്ടുകളിലും ഒക്കെ കൂടുതൽ ഇൻവോൾവ് ആയി ഒരു സെൽഫ് സ്റ്റഡി ത്രൂ അതിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലാൻ കുട്ടിയെ സഹായിക്കുന്നതും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലൈബ്രറികൾ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് നോക്കിയിരിക്കുന്നത് സോഷ്യൽ സയൻസ് ലബോറട്ടറിയും സോഷ്യൽ സയൻസ് മ്യൂസിയവും സോഷ്യൽ സയൻസ് ലൈബ്രറിയും ആണ്. ഓക്കെ, ഇനി കൂടുതൽ ഇതുമായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് പിന്നീട് വരുന്നതാണ്. താങ്ക് യു.